ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സെല്ലെന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെല്ലിനകത്ത് നമ്മൾ യൂക്കാരിയോട്ടിക് സെല്ല് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽ വോളും സെൽ മെംബ്രെയിനും വരെ പഠിച്ച് നമ്മൾ സെല്ലിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ സെൽ വോളും പഠിച്ചു കഴിഞ്ഞാൽ സെൽ മെംബ്രെയിനും പഠിച്ച് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നമ്മൾ സെല്ലിനുള്ളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം സെല്ലിൻ്റെ ഏറ്റവും മെയിൻ പാർട്ടാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുന്ന ഇറ്റ് ഈസ് ദി കൺട്രോളിങ് സെൻറ്റർ ഓഫ് എ സെല്ല്. ഒരു സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന ഓർഗനാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ. ഒരു സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന സ്ട്രക്ചറാണ് ഇത് ന്യൂക്ലിയസ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് രീതിയിലാണ്. നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ട് സെൽസിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന്. എന്നാൽ അനിമൽ സെല്ലിൻ്റെ സെൻറ്ററിലാണ് ന്യൂക്ലിയസ്. നമ്മളൊരു അനിമൽ സെൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലാണ് ആര് വരുന്നത്? സെൻട്രൽ ആര് വരും? ന്യൂക്ലിയസ് വരും. അനിമൽ സെല്ലിൻ്റെ സെൻട്രൽ ആര് വരുന്നത്? ന്യൂക്ലിയസ് വരുന്നത്. അപ്പോൾ അനിമൽ സെല്ലാണെങ്കിൽ ന്യൂക്ലിയസ് എവിടെ ആയിരിക്കും? സെൻറ്ററിലായിരിക്കും. എന്നാൽ നമ്മളൊരു പ്ലാന്റ് സെൽ എടുക്കുകയാണെങ്കിൽ ഒരു മെച്ചർ പ്ലാന്റ് സെല്ലിനകത്ത് സെൻറ്ററിൽ വരുന്നത് വലിയൊരു വാക്യൂളാണ്. മലയാളത്തിൽ തന്നെ ഫേനം എന്ന് പറയും. ന്യൂക്ലിയസ് ഒരു വശത്തേക്ക് മാറിയിരിക്കും. അപ്പോൾ പ്ലാന്റ് സെൽസിനകത്ത് ന്യൂക്ലിയസ് പെരിഫറൽ പൊസിഷനിലും അനിമൽ സെല്ലിനകത്ത് ന്യൂക്ലിയസ് എന്നത് സെൻട്രൽ പൊസിഷനിലുമാണ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ന്യൂക്ലിയസ് ആണ്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ബ്രൗൺ. അപ്പോൾ ന്യൂക്ലിയസിനെ ഡിസ്കവർ ചെയ്ത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് റോബർട്ട് ബ്രൗൺ. ഇൻ 1831 1831 റോബർട്ട് ബ്രൗൺ എന്ന സയൻറ്റിസ്റ്റാണ് ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നത്. ഇറ്റ് ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്. ഗോളാകൃതിയിലാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസ് ഗോളാകൃതി തന്നെ ആണോന്നില്ല. WBC ഒക്കെ എടുക്കുകയാണെങ്കിൽ പല ഷേപ്പിൽ, ഹോഴ്സ് ഷേപ്പിൽ, ലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. എന്നാൽ ജനറലായിട്ട് പറഞ്ഞാൽ ന്യൂക്ലിയസ് കാണപ്പെടുന്നത് സ്പെറിക്കൽ ഷേപ്പിലാണ്. സ്പെറിക്കൽ ഷേപ്പിലാണ്. അപ്പോൾ ഗോളാകൃതിയിൽ സെല്ലിനകത്ത് കാണപ്പെടുന്ന ഒരു ഓർഗനാണ് ന്യൂക്ലിയസ്. അത് അനിമൽ സെല്ലാണെങ്കിൽ സെല്ലിൻ്റെ സെൻറ്ററിലായിരിക്കും, കേന്ദ്രഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ മധ്യഭാഗത്തായിരിക്കും. എന്നാൽ പ്ലാന്റ് സെല്ലാണെങ്കിൽ പെരിഫറൽ പൊസിഷനിലായിരിക്കും ന്യൂക്ലിയസ് വരുന്നത്. 1831 റോബർട്ട് ബ്രൗൺ എന്ന സയൻറ്റിസ്റ്റാണ് ആരെ കണ്ടെത്തിയത്? ന്യൂക്ലിയസിനെ കണ്ടെത്തിയത്. ഇതാണ് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ സ്പെറിക്കൽ ഷേപ്പാണ്. ന്യൂക്ലിയസിന് പുറമേ ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. നമ്മൾ സെല്ലിൻ്റെ കവറിങ്ങിനെ സെൽ മെംബ്രെയിൻ എന്ന് വിളിച്ചതുപോലെ ന്യൂക്ലിയസിൻ്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. മലയാളത്തിൽ മർമ്മസ്തരം എന്ന് പറയും. മർമ്മസ്തരം. അപ്പോൾ ന്യൂക്ലിയസിന് ഡബിൾ ലെയർഡ് കവറിംഗ് ആണ്. 2 പാളികളോട് കൂടിയ ബാഹ്യ ആവരണമുണ്ട്. ആ ആവരണത്തിന് മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇംഗ്ലീഷിൽ നിന്ന് വിളിക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിക്കും. ആ ന്യൂക്ലിയർ മെംബ്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ ലെയർഡ്, 2 ലെയർ ഉണ്ടെന്ന് പറഞ്ഞ്. ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ ലെയറും ഉണ്ട്. ഈ ഔട്ടർ ലെയറിനും ഇന്നർ ലെയറിനും ഇടയിലുള്ള ഈ സ്പേസ്, ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഇപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡബിൾ ലെയർഡാണ്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെംബ്രെയിൻ അല്ല. എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് മെംബ്രെയിൻ. ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർ. മലയാളത്തിൽ മർമ്മരന്ധ്രം എന്ന് പറയും.
അപ്പോൾ ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, അതിനിടയ്ക്കിടയ്ക്ക് ചെറിയ ഓപ്പണിങ്സ് അല്ലെങ്കിൽ ചില ഇൻറ്ററപ്ഷൻസ് ഉണ്ട്. ആ ചെറിയ മൈന്യൂട്ട് പോഴ്സിനെ വിളിക്കുന്നവരാണ് ന്യൂക്ലിയർ പോർ. ഇനി ഇതിനുള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ട്. നമുക്കറിയാം സെല്ലിനുള്ള ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം. അതുപോലെ ന്യൂക്ലിയസിനുള്ളിലുള്ള ഫ്ലൂയിഡാണ് ന്യൂക്ലിയോപ്ലാസം. ഈ ന്യൂക്ലിയോപ്ലാസത്തിന്റെ മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കാരിയോ ലിംഫ് എന്ന് വിളിക്കും. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിലുള്ള ഫ്ലൂയിഡാണ് ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ കാരിയോ ലിംഫ്. ആ ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് ഹൈലി കോയിൽഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ കുരുങ്ങി കിടക്കുന്ന കുറേ നാരുകളുണ്ട്. ഈ ഹൈലി കോയിൽഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് വിളിക്കും. അപ്പോൾ ന്യൂക്ലിയർ പ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഹൈലി കോയിൽഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ നാരുകളെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് വിളിക്കും. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രോമസോംസ് ആയിട്ട് മാറും. അപ്പോൾ ന്യൂക്ലിയസിന് പുറമേയുള്ള കവറിംഗ് ആണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ആ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡബിൾ ലെയർഡ് ആണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെംബ്രെയിൻ അല്ല, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചില ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയർ പോർ. ഉള്ളിലുള്ള ഫ്ലൂയിഡ് ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ കാരിയോ ലിംഫ്. ആ ന്യൂക്ലിയോപ്ലാസിൽ കാണപ്പെടുന്ന ഹൈലി കോയിൽഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രോമസോംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഈ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന മറ്റൊരു സ്പെറിക്കൽ ബോഡിയാണ്, ഇതാണ് ന്യൂക്ലിയോലസ്. മലയാളത്തിൽ മർമ്മകം എന്ന് പറയും. അല്ല, കോമൺലി അറിയപ്പെടുന്നത് ലിറ്റിൽ ന്യൂക്ലിയസ് എന്നാണ്. ഇപ്പോൾ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന മറ്റൊരു സ്പെറിക്കൽ ബോഡിയാണ്. അതായത് സ്പെറിക്കൽ ബോഡി ഈസ് കോൾഡ് ന്യൂക്ലിയോലസ്. അതിന് കോമൺലി അറിയപ്പെടുന്നത് ലിറ്റിൽ ന്യൂക്ലിയസ് ആണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിന്തസിസ് ഓഫ് റൈബോസോമൽ RNA. RNA അതുപോലെ പ്രോട്ടീൻ നിർമ്മാണം, ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻ, ന്യൂക്ലിയോലസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒരു സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഓർഗനാണ് ന്യൂക്ലിയസ്. ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റാണ് റോബർട്ട് ബ്രൗൺ ഇൻ ദ ഇയർ 1831. 1831 റോബർട്ട് ബ്രൗൺ എന്ന സയൻറ്റിസ്റ്റാണ് ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നത്. ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ജനറലായിട്ട് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്പാണ്. പല ഷേപ്പിൽ ന്യൂക്ലിയസ് ഉണ്ട്. WBCയിൽ ലോബ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. പാരമീസിയം എടുക്കുകയാണെങ്കിൽ ഒരു കിഡ്നി ഷേപ്ഡ് മാക്രോ ന്യൂക്ലിയസ് ഉണ്ട്. അത് പല ഷേപ്പുണ്ട്. എന്നാൽ ജനറലായിട്ട് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെല്ലിനകത്ത് പെരിഫറൽ പൊസിഷനിലും അനിമൽ സെല്ലിനകത്ത് സെൻട്രൽ പൊസിഷനിലുമാണ് ന്യൂക്ലിയസ് വരുന്നത്. ന്യൂക്ലിയസിൻ്റെ ഡബിൾ ലെയർഡ് കവറിംഗ് ആണ്. ഔട്ടർ മെംബ്രെയിനും ആ കവറിങ്ങിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ. ആ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസ്, ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഈ ന്യൂക്ലിയർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഓപ്പണിങ്സിനെ ന്യൂക്ലിയർ പോർ എന്ന് വിളിക്കും. ഉള്ളിലുള്ള ഫ്ലൂയിഡ് ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ കാരിയോ ലിംഫ്. ആ ന്യൂക്ലിയോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഹൈലി കോയിൽഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് വിളിക്കും. ഇനി ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന മറ്റൊരു സ്പെറിക്കൽ ബോഡിയാണ് ന്യൂക്ലിയോലസ്. അതിന് കോമൺലി അറിയപ്പെടുന്നത് ലിറ്റിൽ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദി സിന്തസിസ് ഓഫ് റൈബോസോമൽ RNA. റൈബോസോമൽ RNAയുടെ നിർമ്മാണം, അതുപോലെ തന്നെ പ്രോട്ടീൻ നിർമ്മാണം, ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻ, ഈ പറയുന്ന ന്യൂക്ലിയോലസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് ന്യൂക്ലിയസ് സ്ട്രക്ചർ. ഇതിനകത്ത് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയുന്ന ബോഡി എന്താണ് പറയുക, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്രോമസോംസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ സമയത്ത് ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്താണ് മാറും, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്രോമസോംസ്. അപ്പോൾ ഇത്രയും കിട്ടിയ ന്യൂക്ലിയസിനെ കുറിച്ച് കിട്ടിയേ. എന്താ ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് വേരിയസ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഒരു സെല്ലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന ഹൈലി കോയിൽഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ്. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്താണ് മാറും? ഇറ്റ് ബിക്കംസ് ക്രോമസോംസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ് മാറും? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്രോമസോംസ്.
ഈ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ക്രോമാറ്റിൻ ഫേസ് ചുരുങ്ങി അങ്ങ് ചെറുതാവുകയും അതൊരു കോമ്പാക്ട് സ്ട്രക്ചറായിട്ട് മാറും. അതിനാണ് നമ്മൾ ക്രോമസോം എന്ന് വിളിക്കും. They are vehicles which carry informations from one generation to other. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇൻഫർമേഷൻസിനെ കൈമാറുന്ന വെഹിക്കിൾസ് ആണ് ആര് ഈ പറയുന്ന ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ. റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് ക്രോമസോം. ആ ക്രോമസോംസിന് 2 ആംസ് ഉണ്ട്. ഈ ആംസിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്. ആംസിനെ എന്ത് വിളിക്കും? ക്രോമാറ്റിഡ് എന്ന് വിളിക്കും. ആ 2 ആംസിനെ കണക്ട് ചെയ്യുന്ന ഈ പാർട്ടാണ് സെൻട്രോമിയർ. അപ്പോൾ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ് ക്രോമസോംസ് ആയിട്ട് മാറുന്നത്. ക്രോമസോംസ് റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്, ദണ്ട് പോലെ ഇരിക്കുവാണ്. ആ ക്രോമസോമിന് 2 ആംസ് ഉണ്ട്. ആംസിനെ വിളിക്കുന്ന പേര് ക്രോമാറ്റിഡ്സ്. ആ ക്രോമാറ്റിഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് സെൻട്രോമിയർ എന്ന് വിളിക്കും. സെൻട്രോമിയർ അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കും. സെൻട്രോമിയർ അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രക്ഷൻ. ഈ സെൻട്രോമിയറിൽ കാണപ്പെടുന്ന ഡിസ്ക് ഷേപ്ഡ് റീജിയനാണ് കൈനറ്റോകോർ. ഇപ്പോൾ സെൻട്രോമിയറിൽ കാണപ്പെടുന്ന ഡിസ്ക് ഷേപ്ഡ് റീജിയൻ്റെ പേരാണ് കൈനറ്റോകോർ. സെൽ ഡിവിഷൻ്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് കൈനറ്റോകോറിലാണ്. നിങ്ങളത് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, മൈറ്റോസിസ് എന്ന ഡിവിഷൻ. അപ്പോൾ സെൽ ഡിവിഷൻ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് മലയാളത്തിൽ കീലതന്തുകൾ എന്ന് പറയും. ആ കീലതന്തുകൾ അല്ലെങ്കിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ പറയുന്ന ഡിസ്ക് ഷേപ്ഡ് റീജിയനായ കൈനറ്റോകോറിലാണ്. അപ്പോൾ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ് ക്രോമസോംസ് ആയിട്ട് മാറുന്നത്. ക്രോമസോംസ് റോഡ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. ക്രോമസോമിന് 2 ആംസ് ഉണ്ട്. ആംസിനെ വിളിക്കുന്ന പേര് ക്രോമാറ്റിഡ്. ആ ക്രോമാറ്റിഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഏത്? സെൻട്രോമിയർ. ആ സെൻട്രോമിയർ കാണപ്പെടുന്ന ഡിസ്ക് ഷേപ്ഡ് റീജിയൻസ് ആണ് കൈനറ്റോകോർ. ഈ ക്രോമാറ്റിനുള്ളിലാണ് ആരിയിരിക്കുന്നത്? DNA. നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയലായ DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ DNA എന്ന ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത് ഇവിടെ ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ക്രോമാറ്റിഡ്. ക്രോമാറ്റിനുള്ളിലാണ് ആര് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. ആൻഡ് DNA കൺട്രോൾ അവർ ആക്ടിവിറ്റീസ്. നമ്മുടെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? DNA ആണ്. ഇനി ചില ക്രോമസോമിനകത്ത് അഡീഷണൽ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA ഉണ്ടാവും. അത്തരം ഫ്രാഗ്മെന്റിനെ സാറ്റലൈറ്റ് എന്ന് വിളിക്കും. സാറ്റലൈറ്റ്. അത്തരം ക്രോമസോമിനെ സാറ്റ് ക്രോമസോം എന്ന് വിളിക്കും. സാറ്റ് ക്രോമസോം. അപ്പോൾ അഡീഷണൽ ഫ്രാഗ്മെന്റ് ഓഫ് DNA ക്രോമസോമിൽ കാണപ്പെടുന്ന അഡീഷണൽ ഫ്രാഗ്മെന്റ് ഓഫ് DNA വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റുള്ള ക്രോമസോംസിനെ എന്ത് വിളിക്കും? സാറ്റ് ക്രോമസോംസ് എന്ന് വിളിക്കും. സാറ്റ് ക്രോമസോംസ് എന്ന് വിളിക്കും. അതാണ് ക്രോമസോമിന്റെ സ്ട്രക്ചർ. ഇതിൽ സെൻട്രോമിയർ കാണുന്നത് സെൻട്രോമിയർ. ഈ സെൻട്രോമിയറിന്റെ പൊസിഷനെ അടിസ്ഥാനമാക്കി ക്രോമസോംസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 മെറ്റാസെൻട്രിക് ക്രോമസോം. മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ ക്രോമസോം കറക്റ്റ് സെൻറ്റർ ആയിരിക്കും. ഈ ആംസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ആണ് മെറ്റാസെൻട്രിക് ക്രോമസോം. ക്രോമസോം അല്ല, സെൻട്രോമിയർ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. അതാണ് മെറ്റാസെൻട്രിക്. ഇപ്പോൾ ക്രോമസോമിനകത്ത് ഈ കാണുന്ന സെൻട്രോമിയർ ഈ 2 ആംസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരും. അപ്പോൾ ആംസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അതാണിത് മെറ്റാസെൻട്രിക് ക്രോമസോം. അടുത്തത് സബ്മെറ്റാസെൻട്രിക് ക്രോമസോം. സബ്മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത് എക്സാക്ട് സെൻറ്ററിലാണ്. സബ്മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് സെൻറ്ററിൽ നിന്ന് ഒരു അല്പം മാറിയിരിക്കും. സെൻറ്ററിൽ നിന്ന് അല്പം മാറി നിൽക്കും. അതാണ് സബ്മെറ്റാസെൻട്രിക് ക്രോമസോം. മെറ്റാസെൻട്രിക് സെൻറ്ററിൽ, സബ്മെറ്റാസെൻട്രിക് സെൻറ്ററിൽ നിന്ന് സ്ലൈറ്റ്ലി അവേ ഫ്രം സെൻറ്റർ മീൻസ് സെൻറ്ററിൽ നിന്ന് അല്പം മാറിയിരിക്കും. അടുത്താണ് ആക്രോസെൻട്രിക് ക്രോമസോം. ലാസ്റ്റ് ആണ് ടീലോസെൻട്രിക് ക്രോമസോം. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രോമർ ഏറ്റവും ടിപ്പിലായിരിക്കും. അപ്പോൾ സെൻട്രോമർ ഏറ്റവും ടിപ്പിൽ വന്ന ടീലോസെൻട്രിക്. ഇനി ടിപ്പിൽ നിന്ന് അല്പം മാറി കഴിഞ്ഞാൽ ആക്രോസെൻട്രിക്. അപ്പോൾ മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രോമർ എക്സാക്ട് സെൻറ്ററിലായിരിക്കും. ആംസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. സബ്മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രോമർ സ്ലൈറ്റ്ലി അവേ ഫ്രം സെൻറ്ററിൽ നിന്ന് അല്പം മാറിയിരിക്കും. അതാണ് സബ്മെറ്റാസെൻട്രിക് ക്രോമസോം. ഇനി ടീലോസെൻട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ടിപ്പിലായിരിക്കും. ടീലോ 2 ടീലാണ് ആരംഭിക്കുന്നത്. ടിപ്പിൽ വരുവാണെങ്കിൽ ടീലോസെൻട്രിക്. അപ്പോൾ സെൻട്രോമർ ഏറ്റവും ടിപ്പിൽ പോവുകയാണെങ്കിൽ ടീലോസെൻട്രിക്. ഇനി ടിപ്പിൽ നിന്ന് ഒരു അല്പം മാറി നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആക്രോസെൻട്രിക് ക്രോമസോം. ക്ലിയർ ആയേ? അപ്പോൾ ക്രോമാറ്റിൻ ഫൈബേഴ്സ്, അതായത് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന, ന്യൂക്ലിയസിനകത്തുള്ള ഫ്ലൂയിഡായ ന്യൂക്ലിയോപ്ലാസത്തിൽ കാണപ്പെടുന്ന ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയുന്ന വളരെ നാരുകൾ. ആ നാരുകളാണ് എന്തായിട്ട് മാറുന്നത്? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു ക്രോമസോംസ്. അതെന്തായിട്ട് മാറുന്നത്? ക്രോമസോമായിട്ട് മാറുന്നു. ക്രോമസോംസിന് റോഡ് ലൈക്ക് ഷേപ്പാണ്.
രണ്ട് ആംസ് ഉണ്ട്. ആംസിനെ വിളിക്കുന്ന പേര് ക്രൊമാറ്റിഡ് എന്ന് വിളിക്കും. ക്രൊമാറ്റിഡ് ആംസ് ആർ കോൾഡ് ക്രൊമാറ്റിഡ്സ്. ആംസ് എന്ന് വിളിക്കും ക്രൊമാറ്റിഡ്. ആ ക്രൊമാറ്റിഡിനെ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഇത് സെൻട്രോമിയർ. ആ സെൻട്രോമിയറിൽ കാണപ്പെടുന്ന ഡിസ്ക് ഷേപ്ഡ് റീജിയൻസ് ആണ് കൈനറ്റോകോർ. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന ഇവിടെയാണ്, ഈ കൈനറ്റോകോറിലാണ്. ഇനി ഈ ക്രൊമാറ്റിഡ്സിനുള്ളിലാണ് ആര് ജനറ്റിക് മെറ്റീരിയൽ DNA ഇരിക്കുന്നത്. ഇനി ചില ക്രോമസോംസിനകത്ത് അഡീഷണൽ ഫ്രാഗ്മെന്റ് ഓഫ് DNA ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്. അത്തരം ക്രോമസോമിനെ സാറ്റ് ക്രോമസോം എന്ന് വിളിക്കും. അല്ലേ? ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ടൈപ്സ്. അത് എക്സാമിന് ഡയഗ്രങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഡയഗ്രം സഹിതം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. 4 ടൈപ്പ് ക്രോമസോം ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. സെൻട്രോമിയറിൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി 4 ടൈപ്പ് ക്രോമസോം. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ എക്സാക്റ്റ് സെൻറ്ററിലായിരിക്കും. ആംസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് മെറ്റാസെൻട്രിക് ക്രോമസോം. സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി അവേ ഫ്രം സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് ഒരു അല്പം മാറിയിരിക്കും സെൻട്രോമിയർ. അതായത് സബ് മെറ്റാസെൻട്രിക്. ആക്രോസെൻട്രിക് മീൻസ് ടിപ്പിൽ നിന്ന് അല്പം മാറിയിരിക്കും, ആണ് ആക്രോസെൻട്രിക്. ടീലോസെൻട്രിക് മീൻസ് എക്സാക്റ്റ് ടിപ്പിലായിരിക്കും ആര് വരുന്നത്, സെൻട്രോമിയർ വരുന്നത്. അപ്പോൾ സെൻട്രോമിയറിൻ്റെ പൊസിഷനെ അടിസ്ഥാനമാക്കി ക്രോമസോംസ് നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യാം? 4 ആയിട്ട്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക് ക്രോമസോം. ക്ലിയർ ആയേ? ഇത്രയുമാണ് നമുക്ക് ആരെക്കുറിച്ച് പഠിക്കാനുള്ളത്? ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ന്യൂക്ലിയസിനകത്ത് വരുന്നതാണ് ആര്? ക്രോമസോംസ്. അതായത് ന്യൂക്ലിയസിനകത്ത് ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ് എന്തായിട്ട് മാറുന്നത്? ക്രോമസോംസ് ഓൺലി ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ്റെ സമയത്താണ് ക്രോമസോംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് പഠിച്ചു കഴിഞ്ഞ്, അപ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ സെൽ വോള്, സെൽ മെംബ്രെയിന്, ന്യൂക്ലിയസ്. ഇനി ഉള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ട്, ന്യൂക്ലിയസ് ചുറ്റുമായിട്ട് ഫ്ലൂയിഡ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. അപ്പോൾ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഫ്ലൂയിഡ് അഥവാ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഇത് സൈറ്റോപ്ലാസം. ജെല്ലി ഓർ ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ചില ഓർഗൻസ് ഉണ്ട്, ഓർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദേ ആർ കോൾഡ് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഓർ സെൽ ഓർഗനൽസ്. മലയാളത്തിൽ കോശാംഗങ്ങൾ എന്ന് പറയും. നിങ്ങൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. അത് ഫ്ലൂയിഡ് അല്ലാതെ ജെല്ലിലേക്ക് സബ്സ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിനകത്ത് ഓരോ പ്രത്യേക ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് എന്ന് വിളിക്കും. മലയാളത്തിൽ തന്നെ കോശാംഗങ്ങൾ എന്ന് പറയും. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, നിങ്ങൾക്കറിയാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി ബോഡി, ലൈസോസോം, വാക്യൂള്, ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമുക്ക് ഈ ഓരോ ഓർഗനൽസ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ സെല്ലിനകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ചില സ്ട്രക്ചേഴ്സ് ഫോർ പെർഫോമിങ് സ്പെസിഫിക് ഫങ്ഷൻസ്. ചില പ്രത്യേക ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൽ ഓർഗനൽസ്. നിങ്ങൾക്ക് സെൽ ഓർഗനൽസ് എന്താണെന്ന് അറിയാം, എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഇപ്പോൾ ഒരു വട്ടം പറഞ്ഞാണ്. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡി, ലൈസോസോം, വാക്യൂള്, റൈബോസോം, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം നിങ്ങൾക്ക് വളരെ പരിചിതമായ മൈറ്റോകോൺട്രിയ. നിങ്ങൾക്കറിയാം, ഇതിനെ അറിയപ്പെടുന്നത് പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ്. എന്താണ് പവർ ഹൗസ് ഓഫ് സെൽ? അപ്പോൾ സെല്ലിൻ്റെ പവർ ഹൗസ് ആണ് ആര്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സോസേജ് ഷേപ്പാണ്. ഈ സോസേജ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടോം ആൻഡ് ജെറിയിലെ ഒരു കേക്ക് കാണാറുണ്ടല്ലോ നീളത്തിലിരിക്കുന്ന, അതുപോലത്തെ സോസേജ് ഷേപ്പാണ് മൈറ്റോകോൺട്രിയക്ക്. ഡബിൾ ലെയർഡ് കവറിങ് ആണ്. മൈറ്റോകോൺട്രിയക്ക് ഡബിൾ ലെയർഡ് കവറിങ് ആണ്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസ്, ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്. അപ്പോൾ ഡബിൾ ലെയർഡ് കവറിങ് ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസ് ആണ് ഇത് പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്.
ഇനി ഇന്നർ മെംബ്രെയിൻ്റെ പ്രത്യേകത ഇൻഫോൾഡിങ്സ് ഉണ്ട്. ദീസ് ഇൻഫോൾഡിങ്സ് ആർ കോൾഡ് ക്രിസ്റ്റേ. അപ്പോൾ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ അകത്തേക്ക് മടങ്ങിയിരിക്കുകയാണ്. ആ അകത്തേക്ക് മടങ്ങിയ ഇൻഫോൾഡിങ്സിനെ വിളിക്കുന്നവരാണ് ക്രിസ്റ്റേ. ഈ ക്രിസ്റ്റയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും, പ്രതല വിസ്തീർണം കൂടാൻ സഹായിക്കും. അപ്പോൾ കൂടുതൽ ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് നടത്താൻ സാധിക്കും. ഇനി ഉള്ളിലുള്ള ഫ്ലൂയിഡ്, ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് മാട്രിക്സ്. റെസ്പിറേഷൻ എന്ന കോംപ്ലക്സ് പ്രോസസ്സിൻ്റെ ചില സ്റ്റെപ്പുകൾ നടക്കുന്നത് ഈ മാട്രിക്സിൽ വെച്ചാണ്. നിങ്ങൾ പഠിച്ചാൽ ക്രെബ്സ് സൈക്കിൾ കുഞ്ഞു ക്ലാസ് പഠിച്ചിട്ടുണ്ടാകും. ആ ക്രെബ്സ് സൈക്കിളൊക്കെ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വെച്ചാണ്. അപ്പോൾ ഡബിൾ ലെയർഡ് കവറിംഗ് ആണ്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസ് ആണ് പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ്. ഇന്നർ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിനെ ക്രിസ്റ്റേ എന്ന് പറയും. ഉള്ളിലുള്ള ഫ്ലൂയിഡാണ് മാട്രിക്സ്. ഇനി മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ്റെ ഇന്നർ സർഫസ്, ഇതല്ല ഇന്നർ മെംബ്രെയിൻ. അതിൻ്റെ ഇന്നർ സർഫസിൽ ഇതുപോലെ ഷട്ടിൽ ബാറ്റ് പോലെ കുറേ റാക്കറ്റ്സ് പോലെ കുറേ സ്ട്രക്ചേഴ്സ് ഇരിപ്പുണ്ട്. ഇതിനെ വിളിക്കുന്നവരാണ് F1 F0 പാർട്ടിക്കിൾ അഥവാ ഓക്സിസോംസ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ്റെ ഇന്നർ സർഫസിൽ കാണപ്പെടുന്ന നോബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, എങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ്? നോബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അത്തരം സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്നവരാണ് ഓക്സിസോം അഥവാ F1 F0 പാർട്ടിക്കിൾ. ഈ F1 F0 പാർട്ടിക്കിനുള്ളിൽ വെച്ചാണ് ATP ഉൽപ്പാദിപ്പിക്കുന്നത്. ATP എന്ന് പറഞ്ഞാൽ അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എനർജിയുടെ കെമിക്കൽ ഫോമാണ്. അതായത് എല്ലാ ഓർഗാനിസിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഏത് ഫോമിലാണ്? ഇൻ ദി ഫോം ഓഫ് ATP, അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. അതുകൊണ്ട് ATP അറിയപ്പെടുന്നത് എനർജി കറൻസി ഓഫ് എ സെൽ എന്നാണ്. മൈറ്റോകോൺഡ്രിയയുടെ കോമൺ നെയിം പവർ ഹൗസ് ഓഫ് സെല്ല്. അതുപോലെ ATP അറിയപ്പെടുന്നത് എനർജി കറൻസി ഓഫ് എ സെൽ. അതാണ് എനർജി കറൻസി ഓഫ് എ സെൽ എന്നാണ് ആരറിയപ്പെടുന്നത്? ATP അറിയപ്പെടുന്നത്. അപ്പോൾ മൈറ്റോകോൺഡ്രിയയ്ക്ക് ഡബിൾ ലെയർഡ് കവറിംഗ് ആണ്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസ് ആണ് പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ്. ഇന്നർ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ. അതിൻ്റെ അഡ്വാൻറ്റേജ് ഇറ്റ് ഇൻക്രീസസ് ദി സർഫസ് ഏരിയ. എന്ത് കൂടാൻ സഹായിക്കും? സർഫസ് ഏരിയ കൂടാൻ സഹായിക്കും. ഇനി ഉള്ളിലുള്ള ഫ്ലൂയിഡ് മാട്രിക്സ്. റെസ്പിറേഷൻ അത് ക്രെബ്സ് സൈക്കിൾ നടക്കുന്ന ഈ പറയുന്ന മാട്രിക്സിലാണ്. ഇനി ഇന്നർ മെംബ്രെയിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അതിൻ്റെ ഇന്നർ സർഫസിൽ ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. റാക്കറ്റ് പോലെ, ഷട്ടിൽ റാക്കറ്റ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് F1 F0 പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓക്സിസോം എന്ന് വിളിക്കും. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സിന്തസിസ് ഓഫ് ATP. ഈ F1 F0 പാർട്ടിക്കിലൂടെയാണ് ആര് ഫോം ചെയ്യുന്നത്? ATP പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ATP ആണ് എനർജിയുടെ കെമിക്കൽ ഫോം. മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷനാണ് പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഇൻ ദി ഫോം ഓഫ് ATP. ATPയുടെ ഫോമിൽ എന്ത് ചെയ്യുക? എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ആവശ്യമുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ആരുടെ ഫംഗ്ഷൻ? മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ. ഇനി മൈറ്റോകോൺഡ്രിയയുടെ മറ്റൊരു പ്രത്യേകതയാണ് മൈറ്റോകോൺഡ്രിയയ്ക്ക് DNA-യും റൈബോസോമും ഉണ്ട്. സാധാരണ നമ്മൾ നേരത്തെ പഠിച്ച് DNA എന്ന് പറയുന്നത് ക്രോമസോമിൽ കാണപ്പെടുകയാണ്. ക്രോമസോം വരുന്നത് ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ സാധാരണ DNA വരുന്നത് ന്യൂക്ലിയസിനകത്താണ്. എന്നാൽ മൈറ്റോകോൺഡ്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA-യും ഉണ്ട്, റൈബോസോമും ഉണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺഡ്രിയയ്ക്ക് ആവശ്യമുള്ള ചില പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. ആരുടെ സഹായം വേണ്ട? അവർക്ക് ന്യൂക്ലിയസിൻ്റെ സഹായം വേണ്ട. അപ്പോൾ ന്യൂക്ലിയസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ മൈറ്റോകോൺഡ്രിയയ്ക്ക് ആവശ്യമുള്ള ചില പ്രോട്ടീൻസ്, എല്ലാം നിർമ്മിക്കാൻ സാധിക്കത്തില്ല, ചില പ്രോട്ടീൻസ് അവർ അവരുടെ DNA, റൈബോസോം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് ഇവരെ അറിയപ്പെടുന്നത് സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്നാണ്. സെമി ഓട്ടോണോമസ് ഓർഗനൽ. സെല്ലിനകത്ത് രണ്ട് ഓർഗനലുള്ള സെമി ഓട്ടോണോമസ്. ഒന്ന് മൈറ്റോകോൺഡ്രിയയും അടുത്തത് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയ സെമി ഓട്ടോണോമസ് വിളിക്കാനുള്ള കാരണം മൈറ്റോകോൺഡ്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA-യും റൈബോസോമും ഉള്ളതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ചില പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് ആരുടെ സഹായം വേണ്ട? ന്യൂക്ലിയസിൻ്റെ സഹായം വേണ്ട. അതുകൊണ്ട് മൈറ്റോകോൺഡ്രിയ എന്തെന്നറിയപ്പെടുന്നത്? സെമി ഓട്ടോണോമസ് ഓർഗനൽ. അപ്പോൾ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുമ്പോൾ എല്ലാ സെൽസിലും കാണപ്പെടുന്ന ഒരു ഓർഗനലാണ് എക്സെപ്റ്റ് ഹ്യൂമൻ RBC. ഹ്യൂമൻ RBCയിൽ ആരില്ല? മൈറ്റോകോൺഡ്രിയ ഇല്ല. ബാക്കി എല്ലാ സെൽസിലും ആരുണ്ട്? മൈറ്റോകോൺഡ്രിയ ഉണ്ട്. മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ പറഞ്ഞാൽ പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഇൻ ദി ഫോം ഓഫ് ATP. അതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഇറ്റ് ഈസ് എ സെമി ഓട്ടോണോമസ് ഓർഗനൽ. കാരണം അവർക്ക് സ്വന്തമായിട്ട് DNA-യും ഉണ്ട്, റൈബോസോമും ഉണ്ട്. ഇത്രയുമാണ് നമുക്ക് ആരെക്കുറിച്ച് പഠിക്കാനുള്ളത്? മൈറ്റോകോൺഡ്രിയയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം.